الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മതയോടുകൂടി കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ആശ്വാസകരമായ രൂപത്തിൽ വിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ മാസത്തിൽ അല്ലാഹു തആല തന്റെ വിശ്വാസികളോടുള്ള കാരുണ്യം കൊണ്ട് അല്ലാഹു തആല അനുവദിച്ച എല്ലാ വിധത്തിലുള്ള സൽക്കർമ്മങ്ങളും അതിന്റെ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കുവാനുള്ള സാഹചര്യവും സന്ദർഭവും ആരോഗ്യവും ചുറ്റുപാടുമൊക്കെ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നു. നോമ്പിന്റെ തുടക്കത്തിൽ നമുക്കാകെ ഉണ്ടായിരുന്ന പേടി അതിശക്തമായ ചൂടായിരുന്നു. ശക്തമായ ചൂട്, അതിശക്തമായ വയർപ്പ്, എങ്ങനെ പടച്ചോനെ നോമ്പൊക്കെ നോൽക്കാൻ പറ്റുക എന്ന് പലവട്ടം വേവലാതിപ്പെട്ടവർക്ക് അല്ലാഹു തആല വളരെ കൃത്യമായി അതിനെ പരിഹരിച്ചു തന്നു. ഒരുപാട് കാലമായി പെയ്യാൻ മാറി നിന്നിരുന്ന മഴ റമദാനിന്റെ തുടക്കം മുതൽ വ്യത്യസ്തമായ അളവിൽ നൽകി നമ്മുടെ ചുറ്റുപാടുകളെ അല്ലാഹു താപരഹിതമാക്കുകയും നമുക്ക് ആശ്വാസം നൽകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണോ ഒരുക്കി തരേണ്ടത് ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. പട്ടിണിയില്ല, പ്രാരാബ്ധമില്ല, മാരകമായ രോഗമില്ല, അതിശക്തമായ നിയന്ത്രണങ്ങളില്ല, വലിയ കഷ്ടപ്പാടുകളില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്താണ്. എത്രയോ ആളുകളുണ്ട് ആശുപത്രിയിൽ കെട്ടിത്തിരിയുന്നവര്, എത്രയോ ആളുകളുണ്ട് പ്രയാസപ്പെടുന്നവര്, എത്രയോ ആളുകൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതിലൊന്നും പെടുത്താതെ അല്ലാഹു തആല നമ്മളെ ഈ സുന്ദരമായ, സുരക്ഷിതമായ, സുഖകരമായ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നത് നമ്മളോടുള്ള കരുണ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്. അതിന് പകരം അല്ലാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. ആ നന്ദി കാണിക്കേണ്ടത് എന്തെല്ലാം നന്മകളാണോ അല്ലാഹു ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ നന്മകളെ വീറോടുകൂടിയും വാശിയോടുകൂടിയും ഏറ്റവും വേഗത്തിലും നിർവഹിച്ചുകൊണ്ടാണ്
അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ, ലഇൻ ശകർതും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, അള്ളാഹു നിങ്ങൾക്ക് പിന്നെയും പിന്നെയും പലജാതി നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും കേട്ടോ. ഇതൊന്നല്ല, ഇതിന്റെ മേലെ നിഅമത്ത് അല്ലാഹു തരും. പക്ഷേ അള്ളാഹു ഇത്രയും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും തന്നിട്ട് അള്ളാഹു പറഞ്ഞ വഴിക്ക് പോകാതെ നമ്മൾ ഇപ്പോഴും പഴയതുപോലെ തോന്നിയതുപോലെ ജീവിച്ച് റബ്ബിനോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളെ പിൻവലിക്കുമെന്നല്ല നമ്മൾ പറഞ്ഞത്, അനുഗ്രഹങ്ങളെ കുറക്കുന്നല്ല പറഞ്ഞേ. ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ മാരകമായിരിക്കും, എന്റെ ശിക്ഷ വളരെ കഠിനമായിരിക്കും. ഓർമ്മിച്ചോളൂ, ശക്തമായ ഒരു താക്കീതാണ്. അപ്പൊ അല്ലാഹു തആല പകൽ സമയത്ത് നമുക്ക് നല്ല സമയം തന്നു, നല്ല സുഖകരമായ സമയം, ഒഴിവ് സമയമുണ്ട് നമസ്കരിക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാൻ, ദിക്റുകൾക്കും ദുആകൾക്കും, ഖുർആൻ ഓതാൻ, കുടുംബ ബന്ധങ്ങൾ പാലിക്കാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് സംസാരിക്കാൻ, രാത്രിയിൽ നിസ്കരിക്കാൻ, ഖിയാമുൽ ലൈലിന്, അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്, തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ അല്ലാഹു നമുക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു. ഇനിയും ഇത് ചെയ്യാതിരുന്നാൽ മലക്കുൽ മൗത്തിന്റെ മുമ്പിൽ വെച്ച് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅ്മലു സാലിഹൻ തല്ലാഹ്, പടച്ചോനെ ഒരു അവസരം കൂടി നീ എനിക്ക് തരണം. ഒരുപാട് അവസരങ്ങൾ നീ തന്നിരുന്നു, പക്ഷെ ഞാനത് ഉപയോഗിച്ചില്ല. ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ ബോധ്യമായി, അതുകൊണ്ട് ഒരവസരം കൂടി എനിക്ക് തരണം. തന്നാൽ ഞാൻ എന്തൊക്കെ നന്മകൾ അവസരമുണ്ടായിട്ടും ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ ആ നന്മകളൊക്കെ ഞാൻ ചെയ്തോളാം റബ്ബേ എന്ന് മനുഷ്യർ അള്ളാഹുവിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരാൻ. അതിനുവേണ്ടി കാത്തു നിൽക്കാതെ അവസരങ്ങളെയും സന്ദർഭങ്ങളെയും കൃത്യമായും സൂക്ഷ്മമായും ഉപയോഗപ്പെടുത്തുക. അതിനാണ് ഈ റമദാൻ അല്ലാഹു നമുക്ക് തന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാസത്തിനെ സമ്പൂർണ്ണമായി വിനിയോഗിച്ച് അതിന്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ എങ്ങനെ ഈ ലോകത്ത് വഴി തെറ്റാതെ ജീവിക്കണം എന്ന് നിർദ്ദേശിക്കുവാൻ വേണ്ടി, പഠിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യന്റെയും ലോകത്തിന്റെയും സൃഷ്ടാവ് മനുഷ്യർക്ക് നൽകിയ ജീവിത രേഖയാകുന്നു ഖുർആൻ. എങ്ങനെ ഈ ലോകത്ത് വഴി തെറ്റാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഈ ലോകം മനുഷ്യന്റേതല്ല, ഈ ജന്മം നമ്മുടേതല്ല, നമ്മൾ ജീവിക്കുന്ന ജീവിതം പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്താണ് നാളെ സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത്രയും അനിശ്ചിതത്വമുള്ള ഈ ജീവിതം, ആ ജീവിതത്തിന്റെ ഉടമസ്ഥൻ, നമ്മുടെ ഉടമസ്ഥൻ, ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ, ആ ഉടമസ്ഥൻ ഈ ലോകത്ത് നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്ന് നിർദ്ദേശിക്കുന്ന ജീവിത രേഖയാകുന്നു ഖുർആൻ. ആ ഖുർആനിനെ ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഇറക്കിക്കൊടുത്തത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് ആ റമദാൻ മാസം പോലിശയാക്കപ്പെട്ടത്. ഒരു മാസം നമ്മൾ ആചരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തി ഒരു മാസക്കാലം ജീവിക്കണമെന്ന് ഈ റമദാനിൽ അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കാൻ കാരണം റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നുള്ളതുകൊണ്ടാണ്. റമദാനിന്റെ മഹത്വം ഖുർആനിന്റെ മഹത്വമാണ്. റമദാനിന്റെ വലിപ്പം ഖുർആനിന്റെ വലിപ്പമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠതയ്ക്കുള്ള കാരണം, റമദാൻ മാസത്തിന്റെ മഹത്വത്തിനുള്ള കാരണം, റമദാൻ മാസത്തെ അനുഗ്രഹങ്ങൾ കൊണ്ടും പ്രതിഫലങ്ങൾ കൊണ്ടും അല്ലാഹു തആല നിറക്കാനുള്ള കാരണം ആ റമദാനിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാകുന്നു അതിന്റെ കാരണം. ആ വിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞ ഒരു വാക്കുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. അല്ലാഹു തആല ഈ ഖുർആനിനെ ഒരു മലയുടെ മേലെയാണ്, മനുഷ്യർക്കല്ല ഒരു കുന്നിന്റെ മേലെയാണ് അല്ലാഹു തആല ഈ ഖുർആൻ ഇറക്കിയിരുന്നത് എങ്കിൽ ആ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കിയ
ആ മല, ആ കുന്ന് ഭയം കൊണ്ട്, പേടി കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഭക്തി കൊണ്ട് അത് കുലുങ്ങിത്തെറിക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. അത്രമാത്രം ഘനപ്പെട്ട, അത്രമാത്രം ബലപ്പെട്ട, അത്രമാത്രം ഗൗരവപ്പെട്ട വർത്തമാനങ്ങളാണ്, വാർത്തകളാണ് ആ ഖുർആനിലൂടെ അല്ലാഹു തആല സംസാരിക്കുന്നത്. പക്ഷേ മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വലൂമും ജഹൂലുമാണെന്നാണ്. വലൂം എന്ന് പറഞ്ഞാൽ അക്രമി, തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തവൻ. ജഹൂൽ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ. അറിവില്ലാതിട്ടും അറിവുള്ളവനെ പോലെ നടിക്കുന്ന ജഹൂല് വിഡ്ഢിയാണവൻ, അക്രമിയാണവൻ. ഈ പൊതു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ മഹത്വം, അതിന്റെ വലിപ്പം, അതിന്റെ ഭാരം, അതിന്റെ പ്രസക്തി, അതിന്റെ പ്രാധാന്യം ഇത് ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു മലയുടെ മേലെ ആ ഖുർആൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ ആ മല പൊട്ടിത്തകരുമായിരുന്നു എന്നിരിക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര ഖുർആനുകളുണ്ട്? നമ്മുടെ വീടുകളിൽ എത്ര ഖുർആനുകളുണ്ട്? നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് എത്ര ഖുർആനുകളുണ്ട്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു ചെറിയ നൊമ്പരമെങ്കിലും, ഒരു ചെറിയ ഇടങ്ങേറെങ്കിലും, ഒരു ചെറിയ ഉത്കണ്ഠയെങ്കിലും, ഒരു ചെറിയ ഭയപ്പാടെങ്കിലും, ഒരു ചെറിയ താക്കീലെങ്കിലും ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ എത്ര പേർക്കാണ് സാധിക്കുക? എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടാ? നമ്മുടെ കയ്യിലുള്ള ഖുർആനിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാ? നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അപ്രസക്തമായത് കൊണ്ടാ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുത്ത അതേ ഖുർആനാണ് വള്ളി പുള്ളിക്ക് മാറ്റമില്ലാതെ ആയിരക്കണക്കിന് കൊല്ലത്തിന് ശേഷം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഒരു മാറ്റമില്ല, മാറ്റം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്? അതിന്റെ സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇതിന്റെ സംരക്ഷണകാരും പടച്ചോന് മനുഷ്യന്മാരെ ഏൽപ്പിച്ചിരുന്നെങ്കിലേ ഓരോ പ്രസ്ഥാനത്തിനും പാർട്ടിക്കും സമുദായത്തിനും വേണ്ടി ആവശ്യമായ രൂപത്തിൽ മനുഷ്യന്മാർ ഖുർആൻ മാറ്റൂലേ? അവനവന്റെ പാർട്ടിക്ക്, അവനവന്റെ നേതാവിന്, അവനവന്റെ പ്രസ്ഥാനത്തിന് ഗുണകരമായ രൂപത്തിൽ മാറ്റൂലേ? അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു തആല മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ല. അത് അല്ലാഹു തആല തന്നെ ഏറ്റെടുത്തതാ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ആ ഖുർആൻ ഇറക്കിയത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാം തന്നെ അതിനെ സംരക്ഷിക്കും. അതിനെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല ഈ ലോകത്ത് ഉണ്ടാക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ എന്ന വളരെ ഗൗരവകരമായ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവുമേറെ നമ്മൾ പരിഗണിക്കേണ്ട, ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? എന്തിനാണ് ഖുർആൻ? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇതാണ് ഖുർആൻ. ഇതാണ് ഖുർആൻ. നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്താണ് ഖുർആൻ? ഹുദൻ ലിന്നാസ്, ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ. ഭക്ഷണം തേടുമ്പോ, കുടുംബത്തിന്റെ കൂടെ ജീവിക്കുമ്പോ, ജോലി ചെയ്യുമ്പോ, കച്ചവടം ചെയ്യുമ്പോ, ആരാധന ചെയ്യുമ്പോ, സംസാരങ്ങളിൽ, ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ, വിനിമയങ്ങളിൽ, ജീവിതത്തിന്റെ നാനാവശങ്ങളിൽ മനുഷ്യൻ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ഇടപെടണമെന്നും അവന്റെ ജീവിതം എങ്ങനെയാകണമെന്നും എന്നതിനുള്ള നിർദ്ദേശങ്ങളാകുന്നു ഖുർആൻ. ഇന്നിപ്പോ എന്റെ മൊബൈലിൽ ഒരു 6-7 ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താ മെസ്സേജ് അയച്ചല്ലോ? ഇന്നത്തെ പത്രം വായിച്ചില്ലേ? എന്താ? കോവിഡ് രോഗത്തിന്റെ വ്യാപനത്തിനെതിരെ അതിശക്തമായ ചില നിർദ്ദേശങ്ങൾ പത്രത്തിലുണ്ട്. മൗലവി കുത്തുബയിൽ അതൊന്ന് പറയണം കേട്ടോ എന്ന് 6-7 ആളുകൾ എന്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ്. ചില ആൾക്കാർ പത്രത്തിന്റെ കോപ്പി എന്ന് അയച്ചിട്ടുണ്ട്. അല്ലേ? ഇന്ന് രാവിലെ ഖുർആൻ ഒരു പത്രത്തിൽ വന്ന നിർദ്ദേശം നമ്മളൊക്കെ കേട്ടു. അത് ജീവിതത്തിൽ ഗൗരവത്തിലെടുത്തു. അത് മറ്റുള്ളവർക്ക് കൈമാറി. അത് മറ്റുള്ളവരോട് പറയണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. എന്തോ ഒരു ജാഗ്രതയാണ് നമുക്കുണ്ടായത്. ഇത് കേവലം ഒരു രോഗത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിനെ മുഴുവനും ബാധിക്കുന്ന, ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല മരിച്ചുപോയാൽ പോലും നമ്മളെ ബാധിക്കുന്ന
അതിശക്തമായ നിർദ്ദേശങ്ങളുടെ ഒരു കലവറയായി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട് അതൊന്ന് നോക്കാൻ, അതൊന്ന് അന്വേഷിക്കാൻ, അതൊന്ന് പഠിക്കാൻ, അതൊന്ന് മനസ്സിലാക്കാൻ, അത് സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ എന്ത് താല്പര്യമാണ് സഹോദര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ റമദാൻ വന്നല്ലോ. ഇന്ന് റമദാൻ എത്ര ഇന്ന് റമദാൻ 4 എത്ര പേജ് ഓതി നമ്മൾ ഖുർആനിൽ നിന്ന്? എത്ര ആയത്ത് ഓതി നമ്മൾ ഖുർആനിൽ നിന്ന്? എത്ര ജുസ് ഓതി നമ്മൾ ഖുർആനിൽ നിന്ന്? ഏത് ആയത്തിന്റെ അർത്ഥം പഠിച്ചു നമ്മൾ ഖുർആനിൽ നിന്ന്? ഏത് ആയത്തിന്റെ സാരം പഠിച്ചു നമ്മൾ ഖുർആനിൽ നിന്ന്? ഏത് ആയത്ത് നമ്മൾ മനസ്സിലാക്കാൻ നോക്കി? ഏത് ആയത്തിന്റെ വിശദീകരണം നമ്മൾ പഠിച്ചു? നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അല്ലാഹുവേ എന്റെ ഈ ജനത, എന്റെ ഉമ്മത്തായ എന്റെ ഈ ജനതയുണ്ടല്ലോ, ആ ജനത അല്ലാഹുവേ ഇവർ ഖുർആനിനെ നമ്മളെ ഒരുപാട് സ്നേഹിച്ച പ്രവാചകനാണ്. ആ പ്രവാചകൻ തന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നാളെ മഹ്ശറയിൽ അല്ലാഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. യാ റബ്ബി, എന്റെ റബ്ബേ ഇന്ന ഖൗമി, ഈ നിൽക്കുന്ന എന്റെ ഖൗമുണ്ടല്ലോ, എന്റെ സമുദായമുണ്ടല്ലോ, എന്റെ ഉമ്മത്തുണ്ടല്ലോ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവഗണനയോടുകൂടി സ്വീകരിച്ച ഏറ്റെടുത്ത ആളുകളാകുന്നു അല്ലാഹുവേ ഇവര്. അതുകൊണ്ട് ഇവർക്ക് നീ അർഹമായ ശിക്ഷ കൊടുക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി വരുന്ന ആളുകൾ മുകളിലേക്ക് കയറി കയറുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാമൂഹിക അകലത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന ആളുകൾ പള്ളിയുടെ ഉള്ളിലേക്ക് വരണ്ട, മുകളിലേക്ക് സ്റ്റെപ്പ്, അവിടെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, മുകളിലേക്ക് കയറി പോകട്ടോ. അപ്പൊ അല്ലാഹുവേ എന്റെ ഈ ജനത അവർ ഖുർആനിനെ അവഗണനയോടുകൂടി സ്വീകരിച്ചവരാണ്. ഖുർആൻ കിട്ടാത്തതും കിട്ടിയിട്ട് സ്വീകരിക്കാത്തതും രണ്ടാ. നമുക്ക് ഖുർആൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഖുർആനിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? പരിഗണനയോടുകൂടി സ്വീകരിച്ചോ അവഗണനയോടുകൂടി സ്വീകരിച്ചോ? എന്താണ് പരിഗണന, എന്താണ് അവഗണന? ഒരാളെ നമ്മുടെ നേതാവാക്കിയിട്ട് ഇദ്ദേഹം പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിക്കാം. നമ്മൾ അദ്ദേഹത്തെ ഒരു കസേരയിലൊക്കെ സുഖമായിട്ട് ഇരുത്തി, പക്ഷേ അദ്ദേഹത്തോടൊന്നും ചോദിക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല, അദ്ദേഹത്തെ നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ തോന്നിയതുപോലെ. പക്ഷെ ഇദ്ദേഹത്തെ കാണുമ്പോൾ മടക്കു തയ്ച്ചിട്ടുണ്ട്, മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്, പക്ഷെ മൂപ്പര് പറയുന്നത് ഒന്നും അനുസരിക്കുന്നില്ല. ആ മനുഷ്യർ നമ്മൾ പരിഗണിച്ചു എന്നാ പറയേണ്ടത്, അവഗണിച്ചു എന്നാ പറയേണ്ടത്? അവഗണിച്ചു എന്നല്ലേ, അപമാനിച്ചു എന്നല്ലേ? വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ നല്ല നല്ല കവറിൽ പൊതിയുന്നുണ്ട്, ഭദ്രമായ സ്ഥലത്ത് വെക്കുന്നുണ്ട്, ഒന്നുമില്ലാതെ തൊടുന്നില്ല, എന്തൊക്കെയാ ചെയ്യുന്നത്. പക്ഷേ ഖുർആൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, ഖുർആനിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കണം എന്നതിന്റെ മാർഗനിർദ്ദേശമാകുന്നു അത്. കാരണം നമ്മളെ സൃഷ്ടിച്ച അല്ലാഹല്ലേ, അല്ലാഹു സൃഷ്ടിച്ച ലോകത്ത് നമ്മൾ ജീവിക്കുക, അല്ലാഹു വിചാരിച്ചത് മാത്രം നടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്ത് അല്ലാഹുവിനല്ലാതെ നമുക്ക് മാർഗം പറഞ്ഞു തരാൻ ആർക്കാ അധികാരമുള്ളത്? അല്ലാഹുവിനല്ലാതെ നമുക്ക് വഴി പറഞ്ഞു തരാൻ ഇവിടെ ആർക്കാ അവകാശമുള്ളത്? ആ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്ന വഴിയാകുന്നു അത്. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വബയ്യിനാതിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വിശദീകരണമാണത്. ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത്, ഏത് വഴിയിലൂടെയാണ് പോകാൻ പാടില്ലാത്തത്, ആ സഞ്ചരിക്കേണ്ട വഴിയുടെ വിശദീകരണങ്ങൾ, എങ്ങനെ സഞ്ചരിക്കണം, എന്തിന് സഞ്ചരിക്കണം, കൃത്യമായ വിശദീകരണങ്ങൾ. വൽ ഫുർഖാൻ, സത്യവും അസത്യവും എന്താണ് എന്ന് വേർതിരിക്കുന്നതാകുന്നു ആ ഖുർആൻ. സത്യം എന്താണ്, അസത്യം എന്താണ്, കളവേതാണ്, പിഴച്ചതേതാണ്, ശരിയേതാണ്, അത് പഠിപ്പിക്കുന്നതാകുന്നു ഖുർആൻ. ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെയും സന്മാർഗത്തിന്റെയും വിശദീകരണമാകുന്നു ആ ഖുർആൻ. അതാണ് ഖുർആൻ. നമ്മളൊക്കെ കുറച്ചാളെങ്കിലും ഖുർആനെ സ്വീകരിച്ചു. എങ്ങനെ അറിയോ? ഓതാൻ വേണ്ടി ഓതണം. ഖുർആൻ ഓതിയാൽ വളരെ വലിയ പുണ്യമുണ്ട്.
അത് റമദാൻ മാസത്തിലാണെങ്കിൽ അതിന്റെ അനേകം ഇരട്ടി പുണ്യമുണ്ട്. ഒരക്ഷരത്തിന് പുണ്യമുണ്ട്. ആ ഒരു പുണ്യം 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അവന്റെ സന്ദർഭം അനുസരിച്ച്, അവന്റെ ആത്മാർത്ഥത അനുസരിച്ച് അല്ലാഹു തആല കൂട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കും. സത്യമായിട്ടും. പക്ഷേ ഓതാൻ മാത്രമുള്ളതല്ല ഖുർആൻ. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിന് വഴി കാണിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിന്റെ മാർഗം ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ്. അത് മനസ്സിലാവണമെങ്കിൽ ആ ഖുർആൻ പഠിക്കണം, ആ ഖുർആൻ പഠിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാർ, ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാർ MBBS കിട്ടിയവരോ എഞ്ചിനീയറിംഗ് കിട്ടിയവരോ ഒന്നുമല്ല, ശാസ്ത്രജ്ഞന്മാരായവരല്ല, പണക്കാരായവരല്ല. എന്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാർ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. ഖുർആൻ പഠിപ്പിക്കുന്നവരാണ്, അത് പഠിക്കുന്നവരുമാണ്. ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ ഇബ്ലീസ് അങ്ങനെയാണല്ലോ. ഇസ്ലാം എന്താണോ പറഞ്ഞത് അതിന്റെ ഉൾട്ട നേരെ എതിര് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന ഇബ്ലീസിന്റെ പണി. ഇബ്ലീസ് പറഞ്ഞു, ഖുർആൻ പഠിപ്പിക്കുന്നവര് ഏറ്റവും മോശക്കാരാണ് വല്ലാക്കാര്, മൗലവിമാര്, മദ്രസ മൗലവിമാര്, അറബി കോളേജ് മൗലവിമാര് ഒരു സമൂഹത്തിലെ മോശക്കാരാണ്. ഒരു 2ാം നമ്പറോ 3ാം നമ്പറോ. പണ്ട് കാലത്ത് ഖുർആൻ പഠിപ്പിക്കുന്ന വല്ലാക്കന്മാരുടെ വീടുകളിലെ ഭക്ഷണം പോലും ആളുകൾ കഴിക്കില്ലായിരുന്നു. അത്തരം ആളുകളുമായി വിവാഹബന്ധം പോലും നടത്തുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ കല്യാണം ആലോചിച്ച് വന്നിക്കുക, നല്ല ചെറുത്തം കാണാൻ പറ്റില്ല, എന്താ പണി? ഞാൻ അവിടെ മദ്രസിലെ മുദരീസാണ്, എന്റെ കുട്ടിക്ക് ഇപ്പൊ കല്യാണം ഇല്ല, ഞാൻ ഒന്നും കൂടി ആലോചിച്ചട്ടെ, കുറച്ചും കൂടി പഠിക്കാണ്ട്, കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് പുറത്തിറങ്ങി പറയണോ എന്റെ കുട്ടിക്ക് ആലോചിച്ച് വരാം, ഓരോ ധൈര്യം തോന്നിയല്ലോ, എന്താ ഓരോ പണി എന്നല്ലോ, മദ്രസിലെ മൂല്യരാത്രി മൂല്യന്മാർക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുക. കുട്ടിയോട് ഞാൻ അറബി കോളേജിൽ പഠിച്ചിരിക്കുക, ഖുർആൻ ചേർത്താൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എന്റെ ഒരു മാർക്ക് കുറവേ. കാരണം ഖുർആൻ പഠിക്കുന്നവര് മൊത്തത്തിൽ മോശക്കാരാണെന്ന് ഇബ്ലീസ് ഉണ്ടാക്കിയ ധാരണ. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുക, എന്റെ കുട്ടി ഖുർആൻ പഠിക്കരുത്. കാരണം ഖുർആൻ പഠിച്ച മോശം, ഓ സമൂഹത്തിൽ മോശക്കാരനാണ്, ഓ ഖുർആൻ പഠിപ്പിക്കുന്നവര് മോശക്കാരനാണ്, അതുകൊണ്ട് വേറെ എന്തെങ്കിലും പഠിക്കട്ടെ, എന്റെ കുട്ടി ഖുർആൻ പഠിക്കാൻ പാടില്ല, ഞാനൊട്ട് പഠിപ്പിക്കൂല, കാരണം സമൂഹത്തിലെ മോശക്കാരനാവും. അപ്പൊ അള്ള പറഞ്ഞില്ലേ പഠിക്കുന്നവരാണ് നല്ലവരെന്ന്. അള്ള പറഞ്ഞില്ല ഇവിടെ ആർക്കാ വരേണ്ടത്? അള്ള പറഞ്ഞ പ്രകാരമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഇബ്ലീസിനെ അടിക്കുന്ന വഴിയിലൂടെ അല്ലേ? ഇബ്ലീസിന്റെ മാർഗത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നവർ മോശക്കാരാണ്, ഇബ്ലീസിന്റെ മാർഗത്തിൽ ഖുർആൻ പഠിക്കുന്നവർ മോശക്കാരാണ്. എന്നാൽ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരുമാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കണം കേട്ടോ, ഖുർആൻ പഠിക്കണം കേട്ടോ. അത് പഠിക്കാതിരുന്നാൽ നാളെ പരലോകത്ത് ഈ വിശുദ്ധ ഖുർആൻ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണേ. വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ വിശുദ്ധമായ റമദാനും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി പറയുമത്രേ. അല്ലാഹുവേ ഇവൻ എനിക്ക് വേണ്ടി, എന്നെ പഠിക്കുവാൻ വേണ്ടി, എന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി സമയവും ആയുസ്സും ഉപയോഗിച്ചു റബ്ബേ, അതുകൊണ്ട് അവന് ഖൈർ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അവഗണിച്ചവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കാനും ഈ ഖുർആൻ നാളെ പരലോകത്ത് നമുക്കെതിരെ അല്ലാഹുവിനോട് സാക്ഷി പറയുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മൾ പറയുന്നത് കാരണം എന്താ? അതിനിപ്പോ ചെറുപ്പത്തിൽ ഇന്നാരും ഖുർആൻ പഠിപ്പിച്ചില്ല, അന്ന് ബാപ്പാനത്ത് പൈസ ഇല്ല, നീ പഠിക്കുമല്ലേ, നീ അന്ന് ഖുർആൻ പഠിക്കാൻ നേരം കിട്ടിയില്ല. കൂട്ടരെ, ഖുർആൻ എന്ന സാധനം ചെറുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല. പ്രവാചകന്റെ സദസ്സിന് ഖുർആൻ പഠിക്കാനിരിക്കുന്നവരെ 100 വയസ്സിന്റെ മേലുള്ളവരാ. അത് നഴ്സറി കുട്ടികളല്ല, 15 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളല്ല, 20 വയസ്സിന്റെ 30 വയസ്സിന്റെ അല്ല, 100 വയസ്സിന്റെ മേലെയുള്ള ആളുകളാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിലെ ഖുർആൻ കേട്ടിരുന്നത്. അവരാണ് ഖുർആൻ പഠിച്ചത്, അവരാണ് സംശയങ്ങൾ ചോദിച്ചത്, അവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആന്റെ ചോദ്യമാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി. പഠിക്കുന്നവർക്ക് വേണ്ടി, ചിന്തിക്കുന്നവർക്ക് വേണ്ടി. എന്റെ മുമ്പിൽ കുറെ വിദ്യാർത്ഥികളുണ്ട്, നമ്മുടെ പള്ളിയിൽ കുറെ വിദ്യാർത്ഥികളുണ്ട്. ഞാൻ ഈ വിദ്യാർത്ഥികളോട് പറയട്ടെ, പ്രിയപ്പെട്ട മക്കളെ, നാളത്തെ നിങ്ങളുടെ ജീവിതം
വളരെ ഇരുണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. തെറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന, വേണ്ടാത്തരങ്ങൾ നാടുവാഴുന്ന, വൃത്തികേടുകളുടെ ഒരു ലോകത്തേക്കാണ് നിങ്ങൾ ആയുസ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. തീർച്ചയായും ഈ ഖുർആൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ വഴി നടത്തുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അലിഫ് ലാം മീം കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇരുട്ടുകളിൽ നിന്ന്, ഇരുട്ടുകൾ രാത്രിയുടെ ഇരുട്ടല്ല, അത് ഒരു ഇരുട്ടാണ്. ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ തെറ്റുകളുടെ അന്ധകാരമാണ്. മദ്യപാനത്തിന്റെ, ലഹരിയുടെ, വ്യഭിചാരത്തിന്റെ, വൃത്തികേടിന്റെ, പലിശയുടെ, വേണ്ടാത്തരത്തിന്റെ, കൈക്കൂലിയുടെ, ചതിയുടെ, ആ വൃത്തികെട്ട സംസാരങ്ങളുടെ, വൃത്തികെട്ട വാദങ്ങളുടെ, വൃത്തികെട്ട വാക്കുകളുടെ എല്ലാ ഇരുട്ടുകളിൽ നിന്നും മനുഷ്യനെ നന്മയുടെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കുന്നവരാവട്ടെ, നിങ്ങൾ ഏത് പുസ്തകം പഠിക്കുന്നവരാവട്ടെ, അതിന്റെ കൂടെ വിശുദ്ധ ഖുർആൻ നിർബന്ധമായ ഒരു പഠന വിഷയമാക്കണം കേട്ടോ. പഠിക്കുവാൻ എമ്പാടും മാർഗങ്ങളുണ്ട്. ഒരു മുഖത്ത് നിന്ന് മാത്രം സമയമില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളും നിങ്ങളുടെ ചാനലുകളും നിങ്ങളുടെ സമയങ്ങളും വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ നിങ്ങൾക്ക് മുമ്പിൽ അനവധി വഴികൾ തുറക്കുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ താല്പര്യത്തോടുകൂടി അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ദുനിയാവിലെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ പാരത്രിക വിജയത്തിന് വേണ്ടി ആ വിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നേരം വെളുത്താൽ ഒരു 2 വർത്തമാന പത്രമെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ രാവിലെ പത്രക്കാരൻ വീട്ടിലെത്താൻ 10 മിനിറ്റ് വൈകിയാൽ ചീത്ത പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ ഒന്നിലേറെ കോപ്പികൾ നിങ്ങളുടെ വീടിന്റെ ഷോക്കേഴ്സുകളിൽ ഒരാൾ പോലും തുറന്നു നോക്കാതെ വിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയില്ലേ? നിങ്ങൾക്ക് സങ്കടമില്ലേ? നിങ്ങൾക്ക് കുറ്റബോധമില്ലേ? അല്ലാഹു തആല എന്റെ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് മുക്തനാക്കാൻ, എന്റെ ജീവിതത്തിലെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ച മാർഗങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടല്ലോ. അതൊന്ന് നോക്കാൻ, അതൊന്ന് അറിയാൻ, അതൊന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധം, എന്ന സങ്കടം പ്രിയപ്പെട്ടവരെ ആരെയും അലട്ടുന്നില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ ഹബീബ് വിരൽ ചൂണ്ടുന്ന മറുഭാഗത്തുള്ള മനുഷ്യരുണ്ടല്ലോ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ, അവഗണിച്ചു കളഞ്ഞവരാണ് റബ്ബേ. പരിഗണിക്കാതെ, പഠിക്കാതെ, ഓതാതെ, മനസ്സിലാക്കാതെ, ജീവിതത്തിൽ പകർത്താതെ, ഖുർആൻ കിട്ടിയിട്ടും അതിനെ അവഗണിച്ചവരാണ് റബ്ബേ ഇവർ. അതുകൊണ്ട് ഇവർക്ക് അർഹമായത് കൊടുക്കണേ എന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. ഖുർആൻ പ്രയാസമുള്ള കാര്യമല്ല, പഠിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. ആ മാർഗങ്ങൾ അടയരുത്, ആ മാർഗങ്ങൾ തടയപ്പെടരുത്. ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കലാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി. ഖുർആൻ പഠിപ്പിക്കലാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി എന്ന പ്രവാചകന്റെ വാക്ക് നമ്മൾ മറന്നു പോകരുത്. ലളിതമാണത്. ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഖുർആൻ എളുപ്പമാണ്. പഠിക്കുന്നവർക്കറിയാം, അത് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്കറിയാം. എളുപ്പമാണ് ഖുർആൻ. മറ്റേത് പുസ്തകം മനസ്സിലാക്കുന്നത് പോലെ പ്രയാസമില്ല ഖുർആനിന്. വേറെ ഒരു വിഷയം മനസ്സിലാക്കുന്നത് പോലെ പ്രയാസമില്ല ഖുർആൻ മനസ്സിലാക്കാൻ. എളുപ്പമാണത്. പക്ഷേ പഠിക്കാൻ ആളെവിടെ? അല്ലാഹുവിന്റെ ചോദ്യം. പഠിക്കുന്നവരെവിടെ? മനസ്സിലാക്കുന്നവരെവിടെ? ചിന്തിക്കുന്നവരെവിടെ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതായി റമദാൻ. നമുക്ക് ഒഴിവുണ്ട്, നമുക്ക് സാഹചര്യമുണ്ട്, നമുക്ക് സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കി വായിക്കാവുന്ന ഖുർആനും പരിഭാഷകളുമുണ്ട്. നോക്കി വായിക്കാൻ സമയമോ സന്ദർഭമോ കിട്ടാത്തവർക്ക് അതിന്റെ സൗണ്ട് പ്രോഗ്രാമുകളുണ്ട്. വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. രാത്രി കിടക്കുമ്പോ, ഒഴിഞ്ഞിരിക്കുമ്പോ, ഡ്രൈവ് ചെയ്യുമ്പോ, ജോലി സമയത്തൊക്കെ വെറുതെ തുറന്നു വെച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ പാരായണങ്ങൾ, മനോഹരമായ അർത്ഥങ്ങൾ, മനോഹരമായ വിശദീകരണങ്ങൾ നമ്മളെ തേടി വരും. പക്ഷേ പിശാച് നിങ്ങളൊക്കെ നിങ്ങളെ മൊബൈലിൽ എത്ര വട്ടം ഖുർആൻ പരിഭാഷ സെർച്ച് ചെയ്തിട്ടുണ്ട്? എത്ര വട്ടം നമ്മൾ ഖുർആനു വേണ്ടി തെരഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം നമ്മൾ ഒരു ആയത്തിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട്?
നമ്മൾ വൃത്തികേടുകൾക്ക് വേണ്ടി തെരഞ്ഞ തെരച്ചിലുകളുടെ 100-ൽ 1 വിശുദ്ധ ഖുർആനിന് വേണ്ടി ഞാൻ എന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമോ? നാളെ എന്താണ് ഈ ഖുർആനിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായോ നമുക്ക് പ്രതികൂലമായോ സാക്ഷി പറയാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ഖുർആൻ എത്തുമ്പോൾ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ നിലപാട് എന്തായിരിക്കും? ആ ഖുർആനിന്റെ മുമ്പിൽ സന്തോഷത്തോടെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്, ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ചാരിതാർത്ഥ്യത്തോടുകൂടി ആ ഖുർആനിന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കോ? അതല്ല, അനേകം ഖുർആനുകൾ ഉണ്ടായിട്ടും സമയവും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ആ ഖുർആനിനോട് യുദ്ധം ചെയ്ത് അത് പഠിക്കാതെ മനസ്സിലാക്കാതെ അവസാനം കുറ്റബോധത്തോടുകൂടി തലകുലിച്ചു നിൽക്കേണ്ട ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഉണ്ടാവാതിരിക്കാൻ ഖുർആനിനെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ. പടച്ചോനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഖുർആനിനെ, അല്ലാഹുവേ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ റബ്ബേ. ഹൃദയത്തിൽ എന്താ വസന്തം? കണ്ടാൽ തന്നെ ഇഷ്ടം തോന്നുന്ന, ജീവിക്കാൻ സുഖം തോന്നുന്ന മനോഹരമായ പൂവുകളും സുഗന്ധങ്ങളുമായി കണ്ണിന് കുളിർമ നൽകുന്ന കാലമാണ് വസന്തം. അല്ലാഹുവേ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ റബ്ബേ. അതിനെ സ്നേഹിക്കാൻ, അതിനെ ഇഷ്ടപ്പെടാൻ, അതിന്റെ സുഗന്ധം ആസ്വദിക്കാൻ, അതിന്റെ രുചി അറിയാൻ, അതിന്റെ മാധുര്യം അറിയാൻ, അതിനെ അനുഭവിക്കാൻ, അതിനെ സമാധാനമാക്കാൻ, അതിനെ രോഗശമനമാക്കാൻ. രോഗശമനത്തിന് വരെ ഖുർആൻ മദീന. അത്രത്തോളം ആ ഖുർആനുമായി ഹൃദയബന്ധമുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുത്ത് വരും. എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുത്ത് വരും. നബിയുടെ അടുത്ത് വന്നിട്ട് അതുവരെ പഠിപ്പിച്ച, അതുവരെ ഇറങ്ങിയ ഖുർആനിന്റെ ആയത്തുകൾ ഓതിത്തരാൻ വേണ്ടി പറയും. തെറ്റിക്കണോ നോക്കാൻ വേണ്ടി ജിബ്രീൽ കേൾക്കും, പ്രവാചകൻ ഓതിക്കൊടുക്കും. ഇത്ര ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ റമദാനിലും ജിബ്രീൽ വന്ന് അതുവരെ ഇറങ്ങിയ സൂറത്തുകളും ആയത്തുകളും പ്രവാചകനെ കൊണ്ട് ഓതിപ്പിച്ച് കേൾക്കും. അങ്ങനെ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ആ റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാവശ്യം പ്രവാചകന്റെ അടുത്തെത്തി ഖുർആൻ മുഴുവനും 2 പ്രാവശ്യം ഓതി കേട്ടു. എല്ലാം പൂർത്തിയായി. ആ ഖുർആനാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ മുൻഗാമികളായ സഹാബത്തും സലഫുസ് സാലിഹുകളും ഒക്കെ 1 ദിവസം കൊണ്ട് ഓതി തീർത്തിരുന്നു, 2 ദിവസം കൊണ്ട് ഓതി തീർത്തിരുന്നു, 3 ദിവസം കൊണ്ട് ഓതിയിരുന്നു, 4 ദിവസം, ഒരാഴ്ച കൊണ്ട്, 15 ദിവസം കൊണ്ടൊക്കെ അവർ ഖുർആൻ ഓതി തീർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓതിയോ? ഓതാൻ ഒരുങ്ങിയോ? ഓതാൻ താല്പര്യപ്പെട്ടോ? ഓതണമെന്ന് ആഗ്രഹിച്ചോ? ഓതാൻ ശ്രമിച്ചോ? ഓതാൻ സമയം കണ്ടെത്തിയോ? ഇല്ലെങ്കിൽ കൂട്ടരെ, ഇതിനേക്കാൾ അനുയോജ്യമായ ഇനിയൊരു റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ തിരുത്തിയ ഈ റമദാനിനേക്കാൾ അനുയോജ്യമായ ഒരു റമദാനായിരിക്കും അടുത്ത കൊല്ലത്തിൽ എനിക്ക് കിട്ടുക, ഞാൻ അന്ന് ഓതിക്കോളാം എന്ന് പറയാൻ എന്തുറപ്പുണ്ട് കൂട്ടരെ? നമ്മുടെ മുമ്പിൽ കാലം കൂടുതൽ ദുസ്സഹമാവുകയാണ്, കാലം കൂടുതൽ കൈപ്പുള്ളതാവുകയാണ്, കാലം കൂടുതൽ പ്രയാസകരമാവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സർവ്വസുഖങ്ങളുടെയും കാലമാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കുക. ഈ റമദാൻ മാസത്തിൽ എന്നാലാവുന്ന രൂപത്തിൽ, എനിക്ക് സാധ്യമാകുന്ന രൂപത്തിൽ ഞാൻ ഖുർആൻ പഠിക്കും. നിങ്ങൾക്ക് സമയമുണ്ടോ? പള്ളിയിൽ വരിക, ഒരു ഖുർആനിന്റെ പരിഭാഷ എടുക്കുക, മലയാളം അറിയുന്ന ഒരാൾ വായിക്കുക, ചുറ്റുപാടുള്ളവർ കേൾക്കുക. അതിന് പണം കൊടുക്കേണ്ട, സമയം മതി. ആ സമയം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പിശാച് നമ്മളെ വിടുന്നില്ല. റമദാനിൽ കെട്ടിയിട്ട പിശാചാണെങ്കിലും മുൻകാലത്തെ അവന്റെ സ്വാധീനം കൊണ്ട് അവൻ ഇപ്പോഴും നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു. നന്മയിലേക്ക് വരാൻ സാധിക്കാത്ത വിധം, നന്മയുടെ വിളിയാളങ്ങൾ കേൾക്കാത്ത വിധം, നന്മയുടെ പ്രേരണങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പഴയ തിന്മയുടെ ലാവണങ്ങളിൽ തന്നെ നമ്മൾ ജീവിക്കുക. ഭക്ഷണം കഴിക്കുന്നില്ല എന്ന ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ബാക്കി മാറ്റങ്ങളില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും ഭയാനകമായ അവസ്ഥയാണത്. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക, പഠിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ